എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് ചോദിച്ചപ്പോൾ 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിൻ്റെ അധികാരികൾ പറഞ്ഞത്. ആ 14 ദിവസവും കഴിഞ്ഞ് 30 ദിവസവും കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഈ രോഗികൾ ഈ തരത്തിലാണ്. ഹെൽത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലോ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലോ വേണ്ട സമീപനങ്ങൾ സ്വീകരിക്കാത്തതാണ് ഈ തരത്തിൽ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ICU ആംബുലൻസ് വന്നുകൊണ്ട് കാഷ്വാലിറ്റിയിൽ മണിക്കൂറുകളോ കിടക്കേണ്ട സാഹചര്യം. ഈ കിടക്കുമ്പോൾ ആ രോഗി ജീവനോടെ തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. ഇനി ആരോഗ്യമന്ത്രിയായിരിക്കില്ല, അവർക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് അവരിതിലൊന്നും ഇടപെടുന്നില്ല. ആരോഗ്യമന്ത്രിയിലെ ഓഫീസ് സംവിധാനം ഇപ്പോൾ പൂർണ്ണമായി ഇലക്ഷനോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU തുണി കൊണ്ട് മറച്ചത് ഏറെ വിവാദമായിരിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ICU തുണി കൊണ്ട് മറക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വളരെ ദയനീയമായ സാഹചര്യത്തിലായിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് അവിടുത്തെ ICUവിന് തീപിടുത്തം ഉണ്ടാവുകയും തുടർന്ന് ആ രോഗികളെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി ICU സജ്ജീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അപ്പോൾ ആ തീപിടുത്തം ഉണ്ടാകുന്ന ആ സമയം മുതൽ ഞാൻ അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് പൊതുപ്രവർത്തനം ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആ സംഭവം കഴിഞ്ഞതിന് ഡോക്ടർമാരോട് ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിച്ചു. അവർ പറഞ്ഞത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നവീകരിച്ച് രോഗികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് ചോദിച്ചപ്പോൾ 14 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിൻ്റെ അധികാരികൾ പറഞ്ഞത്. ആ 14 ദിവസവും കഴിഞ്ഞ് 30 ദിവസവും കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഈ രോഗികൾ ഈ തരത്തിലാണ് മറ്റ് ICUകളിൽ, അല്ലെങ്കിൽ ICU അവിടെ സ്ഥലമില്ലെങ്കിൽ ICU സജ്ജീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇതിൽ തുണി മറച്ച് തരത്തിലുള്ള ഒരു ദയനീയമായ കാഴ്ച നമ്പർ 1 കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ ഞാനിത് ഈ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു കുറ്റമായിട്ട് കാണുന്നില്ല. അപകടത്തിന് ശേഷം നമ്മളത് പൊതുസമൂഹത്തിന് വേണ്ടി എത്ര താല്പര്യത്തോടു കൂടി ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഞാനിത് പരിശോധിച്ചപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോ സൂപ്രണ്ടിനെയോ കുറ്റപ്പെടുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തേണ്ടത് PWD ആണ്. PWD സിവിൽ വിങ്ങാണ്. PWDയിലെ ഇലക്ട്രിക് വിങ്ങുണ്ട്. ഈ തീപിടുത്തം കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് അധികാരികൾ ബന്ധപ്പെട്ട ഈ ഇലക്ട്രിക്കൽ വിങ്ങിലെ തന്നെ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുപോലെ തീപിടുത്തങ്ങൾ മറ്റുണ്ട്. അവർ വന്ന് പരിശോധിച്ചിട്ട് അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ നിർദ്ദേശം കൊടുക്കും. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. ഈ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് അവരുടെ നിർദ്ദേശാനുസരണമുള്ള പ്രവർത്തനം കഴിഞ്ഞ് വീണ്ടും അവർ പരിശോധിച്ച് അവർ NOC കൊടുത്താൽ മാത്രമേ അത് തുടർന്ന് രോഗികൾക്ക് കൈമാറാൻ സാധിക്കൂ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ല ഇത് ഈ തരത്തിൽ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ജീവനക്കാരൻ്റെ പോരായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ല. ഇത് 3 വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇതിനകത്ത് ഉണ്ടായില്ല. അതായത് 3 വകുപ്പുകൾ, ഒന്ന് ആരോഗ്യവകുപ്പ്, ഒന്ന് PWD വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, 3 വൈദ്യുത വകുപ്പ്. ഈ 3 വകുപ്പുകളിലെ ഉന്നത നേതൃത്വം ഇതിനകത്തിട. അതായത് ഹെൽത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലോ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലോ വേണ്ട സമീപനങ്ങൾ സ്വീകരിക്കാത്തതാണ് ഈ തരത്തിൽ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലവും 36 ICU വെന്റിലേറ്റർ ബെഡുകൾ ഉണ്ടായിരുന്നു. ജനറൽ സർജറിയിലെയും ന്യൂറോ സർജറിയിലെയും രോഗികളാണ് ഇത് ഉപയോഗിച്ചു. അപ്പം ഇത്രയും 36 അതിലധികം രോഗികൾക്ക് ഇത്രയും ദിവസക്കാലം ഈ വെന്റിലേറ്ററോ ICU ബെഡോ ഇല്ലാതെ അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെയാണ് മാറ്റി മറ്റൊരു കിടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാഷ്വാലിറ്റിയിലേക്ക് അനുദിനം ഓരോ ദിവസവും കടന്നു വരുന്ന രോഗികൾ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്കപ്പോഴും രോഗികൾ വെന്റിലേറ്റർ ആംബുലൻസിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ICU ആംബുലൻസിൽ വന്നുകൊണ്ട് കാഷ്വാലിറ്റിയിൽ മണിക്കൂറുകളോ കിടക്കേണ്ട സാഹചര്യം. ഈ കിടക്കുമ്പോൾ
ആ രോഗി ജീവനോടെ തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു മാസക്കാലവും നിഷ്ക്രിയമായി 14 ദിവസം കൊണ്ട് അത് പണി പൂർത്തിയാക്കാം. അതിനുവേണ്ടി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് നൽകിയെങ്കിലും ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അലംഭാവമാണ്. അതിന് വൈദ്യുത വകുപ്പ് മന്ത്രി അതിൻ്റെ ഉത്തരവാദിയാണ്. ഇപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഇവരാരും മത്സരിക്കാത്തവരുണ്ട്, ഇനി ഗവൺമെൻറ് വരില്ല എന്നുള്ളത് കൊണ്ട്, ഇവരാരും ഇനി MLA ആവില്ല എന്നുള്ളത് കൊണ്ട് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇനി ആരോഗ്യമന്ത്രിയായിരിക്കില്ല, അവർക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് അവരിതിലൊന്നും ഇടപെടുന്നില്ല. ആരോഗ്യമന്ത്രിയിലെ ഓഫീസ് സംവിധാനം ഇപ്പോൾ പൂർണ്ണമായി ഇലക്ഷനോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികളുടെ ജീവന് ഇവരാരും ഉത്തരം പറയാത്ത ഒരു സാഹചര്യത്തിൽ പോവുകയാണ്. അതിദയനീയമാണ്. കാര്യം 36-40 ICU വെന്റിലേറ്റർ ബെഡുകൾ ഒരു ആശുപത്രി ഒരു ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ, സ്വകാര്യ ആശുപത്രി ഒരു വെന്റിലേറ്റർ ICU ബെഡിന് 1 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന സ്ഥലത്താണ് പാവപ്പെട്ട രോഗികൾ മരിക്കട്ടെ എന്നാണ് ഈ ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട വൈദ്യുത വകുപ്പും സിവിൽ പൊതുമരാമത്ത് വകുപ്പും ഇത്ര നിഷ്ക്രിയമായ ഒരു സമീപനം എടുത്തതോട് രോഗികൾ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ പോലെയുള്ള ഏജൻസികളെ സമീപിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ 1 മാസം പിന്നിട്ടിട്ടും ICU പ്രവർത്തന സജ്ജമായിട്ടില്ല. തുണി കെട്ടി മറച്ചാണ് നിലവിലിപ്പോൾ താൽക്കാലിക ICUകൾ പ്രവർത്തിക്കുന്നത്. ഗുരുതര പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാട്ടി വകുപ്പ് ജനറൽ സർജറി വിഭാഗം മേധാവി കത്ത് അയച്ചിരുന്നു. എന്നാൽ ICU ഉടൻ പ്രവർത്തനക്ഷമം ആകും എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. മാർച്ച് 17-നായിരുന്നു മെഡിക്കൽ കോളേജിലെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. ഇതിന് പിന്നാലെ രോഗികളെ താൽക്കാലികമായി സജ്ജീകരിച്ച ICUവിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ താൽക്കാലിക ICUവിൽ തന്നെയാണ് രോഗികൾ തുടരുന്നത്. അതേസമയം തന്നെ ഈയൊരു ICU തുണി കെട്ടി മറച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ DMOയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.